RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 21 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി, ആസ്റ്റൺ വില്ലയും അതേപോലെ തന്നെ ലിവർപൂളും ചെൽസിയും ഇവരൊക്കെ പറയുന്ന ആഴ്സണലെ ഇപ്രാവശ്യം നിങ്ങൾ കപ്പെടുത്തോളി, നിങ്ങൾ എടുത്തോളി കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരൊക്കെ സമനിലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അവസാനം നടന്ന 3 മത്സരങ്ങൾ സിറ്റി സമനില എടുത്തിരിക്കും. 3 സമനിലയാണ്. 3 മത്സരങ്ങളായിട്ട് 6 പോയിന്റാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ആസ്റ്റൺ വില്ല അവസാന മത്സരത്തിൽ 2ാം സ്ഥാനത്ത് വരാനുള്ള സുവർണ അവസരമായിരുന്നു കിട്ടിയത്. പക്ഷെ അവര് സമനില പിടിച്ച് അവിടെ കുടുങ്ങി. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോൾ അവസാന ദിവസം ഇന്നലെ നടന്ന മത്സരത്തിൽ ആഴ്സണൽ വിസസ് ലിവർപൂളിന്റെ മത്സരം ഉണ്ടായിരുന്നു. ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ എന്താ പറയാ, ഹോം ഗ്രൗണ്ട് ഒന്നും എനിക്ക് തോന്നിയില്ല. ഒരു 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 എന്താ പറയാ, ഒരു രസമില്ലാത്ത കളിയായി പോയി. ഒരു സുവർണ അവസരമായിരുന്നു. 9 പോയിന്റ് ലീഡ് കിട്ടേണ്ട ഒരു കളിയായിരുന്നു. 8 പോയിന്റ് ലീഡ് നിൽക്കുന്ന കളിയായിരുന്നു. ലിവർപൂളിനെതിരെ ആഴ്സണൽ ഗോളടിക്കാൻ മറന്നുകൊണ്ടിരിക്കുക 2 മത്സരങ്ങളിൽ, അവരുടെ ഹോം മത്സരത്തിലും ഇപ്പോൾ നടന്ന എവേ മത്സരത്തിലും. അപ്പോ ലിവർപൂളിൽ വന്നപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു ആഴ്സണലിന്. അല്ലെങ്കിൽ സുഖമായിട്ട് ലീഡ് ഒരുപാട് ഉയർത്താൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു. എന്താ പറഞ്ഞാൽ ആസ്റ്റൺ വില്ല ആയിക്കോട്ടെ, ലിവർപൂൾ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആയിക്കോട്ടെ, എല്ലാവരും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ്. ആ ഒരു അവസരത്തിൽ കിട്ടുന്ന ചാൻസ് മുതലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു പോയിന്റ് ലീഡ് ചെയ്യണ്ടേ? എന്താ നിങ്ങൾ കാണിച്ചത്? 2 ടീമും കളി അറുബോർ എന്ന് പറഞ്ഞാൽ അറുബോർ കളിയായിരുന്നു. എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് വിസിലടിക്കേണ്ട അവസാന മിനിറ്റിൽ കിടിലൊരു ചാൻസ് കിട്ടിയിട്ടാണ് ആഴ്സണലിന്. അത് ഹെഡ് ചെയ്തതോ പുറത്തോട്ട്. അപ്പൊ കളിയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഗംഭീര ചാൻസ് ആയിരുന്നു. 3 പോയിന്റ് ലീഡ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് 2 പോയിന്റ് അങ്ങനെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ആഴ്സണൽ. അപ്പൊ നമുക്ക് പോയിന്റ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആഴ്സണലിൽ 15 വിജയവും 4 സമനിലയും 2 തോൽവി അടക്കം 49 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്തുള്ളത്. 40 ഗോളുകൾ അടിച്ചപ്പോൾ 14 ഗോളുകൾ വഴങ്ങിയിട്ടുള്ളത്. 2ാം സ്ഥാനത്തുള്ള സിറ്റി അവസാനം 3 മത്സരങ്ങൾ സമനിലയെന്ന് ആലോചിക്കണം. പുതിയ സൈനികളൊക്കെ വന്നിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാല് പെപ്പിന് ആയുധപുരയിൽ ആയുധങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള തോന്നലാണ്. പുതിയ സൈനികളിലൊക്കെ സെമീനിയനൊക്കെ ഇപ്പൊ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാൽ ഹാലൻഡൊക്കെ ഗോൾ അടിക്കാൻ മറക്കുമ്പോൾ പുതിയ ആയുധങ്ങൾ ഇറക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും സിറ്റി ഒരുങ്ങി തന്നെയാണ്. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുങ്ങി തന്നെയാണ്. 21 മത്സരങ്ങൾ സിറ്റി കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 4 സമനിലയും 4 തോൽവി അടക്കം 43 പോയിന്റുമായിട്ടാണ് 2ാം സ്ഥാനത്തുള്ളത്. സിറ്റി അവസാനം നടന്ന മത്സരങ്ങളൊക്കെ സമനിലയാണ്. 45 ഗോളുകൾ അടിച്ചപ്പോൾ 19 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയ്ക്ക് 2ാം സ്ഥാനത്ത് വരാനുള്ള നല്ലൊരു അവസരമായിരുന്നു. അതും സമനിലയിൽ അവസാനിച്ചു. 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 4 സമനിലയും 4 തോൽവി അടക്കം 43 പോയിന്റ്. 32 ഗോളുകൾ അടിച്ചപ്പോൾ 24 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 4ാം സ്ഥാനത്തുള്ള ലിവർപൂളിന് കുറച്ചുകൂടെ മുകളിലോട്ട് വരാനുള്ള ഒരു അവസരം ആഴ്സണലിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് വിജയമൊന്നും വേണ്ട, ഒരു സമനില മതി എന്നുള്ള ഇതിലായിരുന്നു കളി. 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 5 സമനിലയും 6 തോൽവി അടക്കം 35 പോയിന്റുമായിട്ട് അവിടെ 8ഓളം പോയിന്റിന്റെ വ്യത്യാസമുണ്ട് 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയായിട്ട്. കുറച്ച് പണി തന്നെയാണ്. അടുത്ത 5ാം സ്ഥാനത്തുള്ള ബേൺഫോർഡ് ആണ്. 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 3 സമനിലയും 8 തോൽവി അടക്കം 33 പോയിന്റായിട്ട് 2 പോയിന്റ് വ്യത്യാസമുള്ളൂ. 6ാം സ്ഥാനത്തുള്ള ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 5 സമനിലയും 7 തോൽവി അടക്കം 32 പോയിന്റുമായിട്ട്. 7ാം സ്ഥാനത്തുള്ള നമ്മുടെ സാക്ഷാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇവരിപ്പോ ഒരു ശീലമാക്കിയിരിക്കുകയാണ്. ഏത് സമനില. ഏത് ടീമുകളിലെല്ലാം സമനില വാങ്ങുന്ന ലെഗേഷൻ സോണും അതേപോലെ അവസാന സ്ഥാനക്കാരായിട്ടുള്ളവരായിട്ടാണ് സമനില നേടിക്കൊണ്ടിരിക്കുന്നത്. 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 8 വിജയവും 8 സമനിലയും 5 തോൽവി അടക്കം 32 പോയിന്റുമായിട്ടാണ്. ഒരുപാട് കളികൾ ജയിക്കേണ്ടതായിരുന്നു. 8ാം സ്ഥാനത്തുള്ള നമ്മുടെ സാക്ഷാൽ ചെൽസിയാണ്. ചെൽസി 8ാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നുമില്ല. 5ാം സ്ഥാനക്കാരും 4ാം സ്ഥാനക്കാരൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ ചെൽസിയിൽ നോക്കുകയാണെങ്കിൽ 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 8 വിജയവും 7 സമനിലയും 6 തോൽവി അടക്കം 31 പോയിന്റുമായിട്ട് 8ാം സ്ഥാനത്തുള്ളത്. 9ാം സ്ഥാനത്തുള്ള ഫുൾഹാം ആണ്. 21 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 4 സമനിലയും 8 തോൽവി അടക്കം 31 പോയിന്റുമായിട്ട്. 10ാം സ്ഥാനത്തുള്ള സണ്ടർലാൻഡ് ആണ്. 21 കളി കഴിച്ചപ്പോൾ 7 വിജയവും 9 സമനിലയും. ഏറ്റവും കൂടുതൽ സമനില നേടിയിട്ടുള്ള ടീമാണ് സണ്ടർലാൻഡ്. അവസാന മത്സരത്തിൽ 3-0 പരാജയപ്പെട്ടത്. 5 തോൽവി അടക്കം 30 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്ത് സണ്ടർലാൻഡ് ആണ് ഉള്ളത്. അപ്പോ സണ്ടർലാൻഡിന് 30 പോയിന്റാണ്. നമ്മുടെ 4ാം സ്ഥാനത്തുള്ള ലിവർപൂളിന് 35 പോയിന്റാണ്. അപ്പോൾ ഈ ഒരു 10 സ്ഥാനക്കാരും തമ്മിലുള്ള ഹെവി കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 21ാമത്തെ റൗണ്ട് മത്സരങ്ങൾ നടന്നത് നത്തിങ്ഹാം ഫോറസ്റ്റും വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് 2-1 വിജയിക്കുകയുണ്ടായി. അടുത്ത മത്സരത്തിൽ ബോൺമൗത്തും ടോട്ടൻഹാം ഹോട്ട്സ്പറുമായിട്ടുള്ള കിടിലൻ മത്സരം ഉണ്ടായിരുന്നു. 3-2 ബോൺമൗത്ത് വിജയിച്ചത്. അങ്ങനെ അവർ 5ാം സ്ഥാനത്തേക്ക് കയറിയത്. ബേൺഫോർഡും സണ്ടർലാൻഡുമായിട്ടുള്ള മത്സരത്തിൽ ബേൺഫോർഡ് ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ 3-0 സണ്ടർലാൻഡിനെ പരാജയപ്പെടുത്തി. ഇതുവരെ സണ്ടർലാൻഡ് ഇങ്ങനെ 9 സമനിലയൊക്കെ ഈ സീസണിൽ നേടിയിട്ടുണ്ട്.
അവര് 4ാം സ്ഥാനക്കാരായിട്ടുള്ള പോയിന്റ് വലിയ വ്യത്യാസമൊന്നുമില്ല, 5 പോയിന്റ് വ്യത്യാസമുള്ളൂ. അപ്പൊ എപ്പോഴെങ്കിലും തിരിച്ചു വരാന്നുള്ള കണ്ടീഷനാണ്. ക്രിസ്റ്റൽ പാലസും ആസ്റ്റൺ വില്ലയുള്ള മത്സരം ക്രിസ്റ്റൽ പാലസിന് ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് സമനിലയിൽ പിരികുണ്ടായി. അത് കാരണം ആസ്റ്റൺ വില്ലയ്ക്ക് 2ാം സ്ഥാനത്ത് കയറാനുള്ള ഒരു കിഡിലൻ ചാൻസ് ആയിരുന്നു, അവരത് മിസ് ചെയ്തു. അടുത്ത മത്സരം വന്ന് എവർട്ടനും വോൾസും തമ്മിലായിരുന്നു. വോൾസ് റിലഗേഷൻ സോണിലെ ഏറ്റവും ടോപ്പ് പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാനം കിടക്കുന്ന ടീമാണ്. പക്ഷെ അവർ 2-3 കളികളൊക്കെ വിജയവും സമനിലയിലേക്കായിട്ട് വരുന്നുണ്ട്, മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അവർക്ക് എങ്ങനെയും റിലഗേഷൻ സോൺ താണ്ടിയിട്ട് അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിൽക്കണമെന്നുണ്ടാവും. അത് കാരണമാണ് ഇപ്പോൾ കുറച്ച് പോരാട്ട വീര്യം കാണിക്കുന്നത്. അടുത്ത മത്സരം ഫുൾഹാമും ചെൽസി ആയിരുന്നു. ചെൽസി 22ാം മിനിറ്റിൽ കുക്കറയിലേക്ക് കിട്ടിയ റെഡ് കാർഡ് കൊണ്ട് അവര് ഈ സീസണിൽ റെഡ് കാർഡിനെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2-1 ഫുൾഹാമിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് പരാജയപ്പെടുകയുണ്ടായി. അടുത്ത മത്സരം എല്ലാവരും മുറ്റുനോക്കിയ മത്സരം മാഞ്ചസ്റ്റർ സിറ്റി വിച്ചസ് ബ്രൈറ്റൺ മത്സരം. കിടില മത്സരമായിരുന്നു. 2 ടീമുകൾക്കും ഒരു 3 ഗോളെങ്കിലും ചുരുങ്ങിയ സ്കോർ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവും ഫിനിഷിംഗും ഇല്ലായ്മയും കൊണ്ട് മാത്രം അത് 1-1 അവസാനിച്ചെന്ന് പറയാം. അല്ലെങ്കിൽ കളിയുടെ ഗതി ഇതായിരിക്കില്ല. ഏതെങ്കിലും ഒരു ടീം നല്ല മാർജിൻ ജയിക്കേണ്ട കളിയായിരുന്നു. 2 ടീമിനും ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. കിടിലം ഒരു മത്സരമായിരുന്നു. അതിനുശേഷം നടന്ന മത്സരം ബേൺലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-2 സമനിലയിൽ പിരിഞ്ഞു. ഇവരും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമനിലയെ. ചെൽസിയുടെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും പുതിയ കോച്ചുമാരുടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ലീഡ്സ് യുണൈറ്റഡ് ഉണ്ട്. മത്സരം നടന്നു 4-3. ഈ കളി ഹൈലൈറ്റ്സാണ് കണ്ടത്. കാണാൻ പറ്റാത്തതിൽ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. എന്താ പറഞ്ഞാൽ ഇമാതിരി ഒരു തീപ്പാറിയ മത്സരമൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റാണ്ടിരിക്കുന്നതാണ്. ഹൈലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നീട് കണ്ടു കഴിഞ്ഞാൽ അത്ര ആ ഒരു രസം കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഇന്ന് ലൈവായിട്ടിരുന്ന് കണ്ട ആ ഒരു പ്രഷർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. അവസാന മത്സരം എല്ലാവരും കാത്തിരുന്നാണ്. ആഴ്സണൽ വിസസ് ലിവർപൂൾ മത്സരം വല്ലാത്തൊരു മത്സരമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തീപ്പാറിയ ഒരു മത്സരമാണ്. എവിടെ തീ പോയിട്ട് കനല് വരില്ല എന്നുള്ളൊരവസ്ഥയാണ്. 2 ടീമും ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ ഭയങ്കര സംഭവബഹുലമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർട്ടിനലി കാട്ടിയൊരു അത് വല്ലാത്തൊരു ഇതായിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിൽ ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവം ഒന്നല്ല. പക്ഷെ അത് ചെയ്ത തെറ്റ് തന്നെയാണ്. ഫുട്ബോളിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇതിപ്പോ ലിവർപൂൾ ഫാൻസ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ മാർട്ടിനലി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇനി കളിക്കാൻ പറ്റില്ല, ആനയാണ് ചേനന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാർട്ടിനലി ചെയ്ത തെറ്റ് തന്നെയാണ്. യെല്ലോ കാർഡ് ഇറക്കിച്ചിട്ടുണ്ട്. അത് ആ ഒരു പ്രൊസഷൻ കാരണം കൊണ്ടൊക്കെ ചെയ്തായിരിക്കാം. പക്ഷെ ഫുട്ബോളിൽ ഇതിനെ വെച്ച് വലിയ അടികളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതൊന്നും നടന്നല്ല. അതേപോലെ തന്നെ ഒരു പ്ലെയേഴ്സ് പരിക്കായി കിടക്കുന്ന സമയത്ത് എതിർ ടീമിന്റെ ആൾക്കാർ പ്ലെയേഴ്സ് ബോൾ പുറത്തടിച്ചു കഴിഞ്ഞിട്ടുള്ള സുന്ദര നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ഫുട്ബോളിലൊന്ന് ആലോചിക്കണം. അപ്പൊ ഇതിന് എത്ര വലിയ എടുത്ത് കാണിക്കേണ്ടത്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഫുള്ള് ലിവർപൂൾ ഫാൻസ് ഫുള്ള് തന്നെയാണ്. മാർട്ടിനലി ചെയ്ത തെറ്റ് തന്നെയാണ്. അതില്ല, അത് ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഫുട്ബോളിൽ ഇതൊക്കെ ഉള്ളതാണ്. എന്താ പറഞ്ഞാൽ ഈ 90 മിനിറ്റ് കളിയിൽ അവരാണ് 3 പോയിന്റിന് വേണ്ടി മത്സരിക്കുകയാണ് 2 ടീമും. അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, 2 ടീമും ടോപ്പിലെത്താനുള്ള ഒരു കഠിന പരിശ്രമത്തിലാണ്. അപ്പൊ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആഴ്സണലും 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂൾ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ ഇതൊക്കെ ചെറിയൊരു അടിയെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പരിക്ക് പറ്റിയിട്ടുള്ള ഒരു പ്ലെയർ കിടക്കുന്ന സമയത്ത് അതിനെ കുറച്ച് റെസ്പെക്ട് ചെയ്യാൻ ഏതൊരു പ്ലെയർ ആണെങ്കിലും ശ്രമിക്കുക. അത് ഫുട്ബോളിലായിക്കോട്ടെ, ഇനിയിപ്പോൾ ജീവിതത്തിലായിക്കോട്ടെ. നമ്മുടെ മുമ്പിൽ ഒരാൾ പരിക്കേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ നോക്കുക, അല്ലാതെ അവരെ ഉപദ്രവിക്കരുത്. എന്താ പറഞ്ഞാൽ ആളൊരു ഓൾറെഡി പരിക്കേറ്റ് കിടക്കുകയാണ്. അതിൽ ഇനിയും കൂടുതൽ ഇഞ്ചുറിയിലേക്ക് കൊണ്ടുപോകരുത്. അത് എത്ര വലിയ ലെജൻഡറി പ്ലെയർ ആയിരുന്നു, അതിനോട് ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. പക്ഷെ ഒരുപാട് ഇത് കാണുന്നുണ്ട്. വീഡിയോ ഒന്ന് മൊത്തം ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള സംസാരമോ എല്ലാവരും പറയുന്നുണ്ട്. നാട്ടുകളിൽ കളി നിർത്തുന്ന ആനയാണ് ചേനയാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആഴ്സണലിനെ കൊണ്ട് മറ്റുള്ള ടീമുകൾ കപ്പെടുത്തു എന്ന് പറയുമ്പോൾ ആഴ്സണൽ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മെല്ലെ ഇങ്ങനെ സസ്പെൻസ് ത്രില്ലടിച്ച് പോയിട്ട് അവസാനം പോയിട്ട് നമ്മൾ കളിട്ടുടയ്ക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല എന്നായിരിക്കും ആഴ്സണൽ ഫാൻസ് പറയുന്നത്. പക്ഷേ വല്ലാത്തൊരു ആഗ്രഹമുണ്ട് ഈ സീസണിൽ ഒരു കപ്പടിക്കുന്നത്. അതിനുള്ള ലീഡ് നേടിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഈ ചങ്ങായിമാർ കളഞ്ഞു കുടിച്ചത്. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.